ഇത്ര കണ്ട് നീളമുള്ള ഒരു വടിയാണിത്. അപ്പം 5 മീറ്ററിലധികം ആഴമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. ചേട്ടാ, നിങ്ങൾ എപ്പോഴാണ് ഇത് ഈ ചേട്ടൻ ഒരു വടിയാണ് ഇപ്പൊ ഇതിനകത്തോട്ട് ഇട്ട് നോക്കിയത്. ആ വടിയുടെ നീളം നമ്മൾ പുറത്തേക്ക് എടുത്താൽ കൃത്യമായി കാണുന്ന എടുത്ത് ചേട്ടാ. രാത്രി മണി സമയത്ത് വണ്ടി കല്ലില്ലാതുകൊണ്ട് കാറ്റടിച്ചിട്ട് അവിടെ നോക്കാം. അന്നേരം ഈ കുഴിയിൽ ഒരു കാറുകാരന്റെ സൈഡ് കൊടുക്കുമ്പോൾ ഈ കുഴി കാണുന്നത്. എന്നിട്ട് ഞാൻ ഈ ഫ്രണ്ട് വീല് കുഴിയിൽ പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ കയറി വണ്ടി അങ്ങേക്ക് പോകുമ്പോണ്ട് ഞാൻ ഇവനോട് പറഞ്ഞ് സുരേഷിനോട് ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അവിടെ കൊള്ളി വിളിച്ചത് വേറെ ആരെയും കാണാൻ. അങ്ങനെയാണ് തൊഴിലുറപ്പാറ് ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അതൊരു 6 മണിയാകുമ്പോൾ സംഭവം അറിയും, ഇങ്ങനെ വലിയ കുഴിയാന്ന് ഇത് ആൾക്കാരെല്ലാം വന്ന് ഇതെല്ലാം കണ്ടേ. അപ്പൊ ഇതിനു മുമ്പേ കുറെ ടോർസ് വണ്ടിയിൽ പോയിന് കല്ലും കയറ്റിട്ട് ഒരു 5 വണ്ടികളുണ്ട്. എന്നിട്ട് ഞങ്ങള് അവരോട് തന്നെ നമുക്കറിയില്ലേ സംഭവം. ആദ്യം ഒരു ചെറിയൊരു കുഴിയുണ്ട്, ചെറിയ കുഴിവുണ്ട്, ഒരു ചെരുവ്. അപ്പൊ വണ്ടി വരുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അടിക്കും പോലെ തോന്നലുണ്ട്. പക്ഷെ നമ്മളിത് അറിയുന്നില്ല ഇതിന്റെ അടിയിൽ വലിയ കുഴിയാന്ന്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല. വലിയ മാളായിട്ടാ കാണുന്നത്. നീയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങോട്ടാണ് ഇല്ലത്. അടിയിലെ വെള്ളം ഒഴുകുന്നുണ്ടാവായിരിക്കും ഇങ്ങനെ പോകും. ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് ഇതുവരെ പൊട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ കമ്പ് കുത്തുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത്. ഇപ്പം ബന്ധപ്പെട്ട അധികാരിയോട് അടിയന്തരമായി ജീവനജീവി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരാകെ ഇതിൻ്റെ അവസ്ഥ വെച്ച് നാട്ടുകാരാകെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പാതയായ വാഹനഗതാഗതം തടഞ്ഞിട്ടുണ്ട്.